മാസ്റ്റർ കീ അക്കാദമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം കംപ്രഷൻ റേഷ്യോ, അതുപോലെ തന്നെ സൈക്കിൾ, തെർമൽ എനർജിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ടെർമിനോളജികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ ഒരു ക്ലാസ്സിൽ അതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നേരത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ പാർട്ടിൽ എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തോ അതിന് ഇരട്ടി നമ്മൾ അതിന്റെ കോർ സബ്ജക്റ്റിലേക്ക് കടക്കുന്ന ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് സമയം അധികം വൈകിക്കാതെ നമുക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ആദ്യമായി ഒന്നാമത്തെ സ്ലൈഡിൽ പഠിക്കുന്നത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്ട്രോക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്ട്രോക്ക് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDC മുതൽ BDC വരെയുള്ള ലെങ്തിനെയാണ് നമ്മളെന്ന്, ലീനിയർ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ട്രോക്ക്, രണ്ടാമത് ഒന്ന് താഴോട്ട് പോയി അടുത്തത് മേലേക്ക് വരണം, പിന്നെ അങ്ങനെ 4 സ്ട്രോക്കുകൾ കണ്ടിന്യൂസ്ലി നടക്കുന്നതിനെ നമ്മൾ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സിനെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൈക്കിൾ എന്താണെന്ന് പോലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനെ നമ്മൾ എന്ത് പറഞ്ഞു, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞു. ഡീസൽ എഞ്ചിനെ കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് നമുക്ക് അറിയാം. അറിയാത്തവർക്ക് ഒന്നും കൂടി ആലോചിച്ചൊക്കെ തറോ ചെയ്ത് വെച്ചോളാം. പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോളിനെ ഇഗ്നിഷൻ ചെയ്യുന്നത് സ്പാർക്ക് ഇഗ്നിഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് സ്പാർക്ക് ഇഗ്നിഷനും കംപ്രഷൻ ഇഗ്നിഷനും, അതിന്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. റെഡി? അപ്പോ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ ഒരു പ്രവർത്തനം നമുക്കൊന്ന് പഠിക്കാം. ആദ്യം തന്നെ അതിന്റെ ഓരോ കോമ്പോണൻസുകൾ എന്താണ്, ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ബേസിക് കോമ്പോണന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഇൻടേക്ക് വാൾവ് എന്താണെന്ന് പഠിക്കണം. ഇൻടേക്ക് വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് വെക്കുക, നമ്മളുടെ ചാർജിനെ, അതായത് പെട്രോൾ എഞ്ചിനിലെ ചാർജിനെ എവിടേക്ക്, ഈ ഫ്യൂവലിനെ പെട്രോൾ എഞ്ചിൻസിൽ ഇൻടേക്ക് വാൾവിലൂടെ വരിക എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എയറും ഫ്യൂവലിന്റെ മിശ്രിതമാണ്. ഇത് നമ്മൾ കാർബറേറ്ററിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നുകൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുവരെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് പെട്രോൾ എഞ്ചിന്റെ ഇൻടേക്ക് വാൾവിലൂടെ വരിക എയറും ഫ്യൂവലും മിശ്രിതമാണ്. ഓക്കെ, അപ്പൊ ഇൻടേക്ക് വാൾവിൽ വരുന്ന ഈ എയറും ഫ്യൂവലും നമ്മൾ പറയുന്ന പേരാണ് ചാർജ്. റെഡി? അപ്പോ ചാർജ് എന്താണ്? പെട്രോൾ എഞ്ചിനിലെ ചാർജ് എന്തായിരിക്കും? എയറും ഫ്യൂവലുമാണ്. അപ്പൊ ഇൻടേക്ക് വാൾവിലൂടെ വരുന്നത് ചാർജ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അത് എവിടേക്കാണ് എത്തുന്നത്? സിലിണ്ടറിന്റെ കമ്പഷൻ ചേമ്പറിലേക്ക്. കംപ്രഷൻ അല്ല, കമ്പഷൻ, കത്തുന്ന ചേമ്പറിലേക്ക്. അപ്പൊ 2 കാര്യങ്ങൾ കിട്ടി. റെഡി? ഇനി നമുക്ക് പോകേണ്ടത് ഇവിടെ കത്തിക്കരിഞ്ഞിട്ടുള്ള, ആലോചിച്ച് വെക്കുക, ഇവിടെ കത്തിക്കരിഞ്ഞിട്ടുള്ള പുക, അല്ലെ, പുകയും ഡസ്റ്റ് പാർട്ടികളിലും കാർബൺ പാർട്ടികളിലും പുറത്തേക്ക് നമ്മുടെ എക്സോസ്റ്റിലേക്ക് എത്തിക്കുന്നത് എന്താണ്? എക്സോസ്റ്റ് വാൾവാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഹൈഡ്രോ കാർബൺസ്, പൊല്യൂട്ടന്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ടാവുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് ഡിസ്ചാർജ് എന്നായിരുന്നു. അപ്പൊ ചാർജ് ഇൻടേക്ക് വാൾവിലൂടെ പെട്രോൾ എഞ്ചിൻസിലാണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ഡാണ് വരുന്നത്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോ കാർബൺ ഉണ്ടാവും, CO2 ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, NO2 ഉണ്ടാവും, പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടാവും. അത് ഡിസ്ചാർജ്, അതായത് നമ്മൾ കത്തിക്കരിഞ്ഞിട്ടുള്ള പുക പുറമേക്ക് തള്ളുന്നത്, നമ്മുടെ സൈലൻസറിന്റെ കൂടെ പുറമേക്ക് പോകുന്നത്. ഇനി ഇൻടേക്ക് വാൾവ്, ഇൻടേക്ക് എന്താണെന്ന് എക്സോസ്റ്റ് എന്താ, ഇനി ഇൻടേക്ക് വാൾവ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻടേക്ക് വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാർജ് എപ്പോഴും സിലിണ്ടറിലേക്ക് വരേണ്ട ആവശ്യമില്ല. എപ്പോഴും സിലിണ്ടറിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ചാർജ് സിലിണ്ടറിലേക്ക് വരിക. ബാക്കി എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസ് ചെയ്യണം. ആ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് എന്താണ്? ഇൻടേക്ക് വാൾവ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു വാൾവാണ്. ആ വാൾവ് ഇൻടേക്ക് വാൾവ് എന്ന് അറിയപ്പെടുന്നു. ആ ഇൻടേക്ക് വാൾവിനെ നമ്മൾ, ഇൻടേക്ക് വാൾവിന്റെ പ്രവർത്തനം ക്യാം മുഖാന്തരം ക്യാം ഷാഫ്റ്റിലേക്ക് എത്തുന്നു. ഇവിടെ ടാപ്പറ്റ് ക്ലിയറൻസ് ഒക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു ബേസിക് എന്ന നിലയിൽ നമ്മൾ അവിടെ നിർത്താം. കാരണം എന്താ വെച്ചാൽ ടാപ്പറ്റ് ക്ലിയറൻസ് നമ്മൾ വാൾവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
റെഡി? അപ്പൊ കേമും അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റിലേക്കാണ് വാൾവ്. ക്യാം ഷാഫ്റ്റിന്റെ പ്രവർത്തനത്തിലൂടെയാണ് വാൾവ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ ക്യാം ഷാഫ്റ്റ് ക്യാമിനെ ആക്ച്വേറ്റ് ചെയ്യുമ്പോൾ വാൾവിന്റെ ഏത് സമയത്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വാൾവ് ഓപ്പൺ ആവുന്നു. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു വാൾവ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഡിസ്ചാർജ് ഏത് സമയം, എല്ലാ സമയവും ഡിസ്ചാർജ് ചെയ്യരുത്. ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ആ ഡിസ്ചാർജ് ചെയ്യുന്ന പെർട്ടിക്കുലർ സമയം നമ്മൾ പറഞ്ഞ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നായിരുന്നു. ഇവിടെ ചാർജ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സമയം എന്ന് പറഞ്ഞാൽ സക്ഷൻ സ്ട്രോക്ക് എന്നായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് പെർട്ടിക്കുലർ സമയത്ത് മാത്രമേ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും തുറക്കാൻ പാടുള്ളൂ. അതായത് സക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും തുറക്കണം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ഈ രണ്ട് വാൾവാണ്. അപ്പൊ വാൾവിനെ കുറിച്ച് കിട്ടിയല്ലോ, സംശയമില്ല. നമ്മൾ പറഞ്ഞു ഏതൊരു ഫ്യൂവലിനെയും കത്തിക്കാൻ ഒരു ഉൽപ്രേരകം പോലെ പറയുന്നത് പോലെ തന്നെ കത്തിക്കാൻ ഒരു കാരണം വേണം, അല്ലെ? ഒരു ഇഗ്നീഷ്യം വേണം. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഇഗ്നീഷൻ ചെയ്യുന്നത് എന്താണ്, നമുക്ക് സുപരിചിതമായിട്ടുള്ള സ്പാർക്ക് പ്ലഗ് ആണ്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഇഗ്നീഷൻ ചെയ്യുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഇഗ്നീഷൻ ചെയ്യുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. ഈ സ്പാർക്ക് പ്ലഗ് ആയിരിക്കും ഇതിന്റെ ഉള്ളിലുള്ള കമ്പഷൻ ചേമ്പറിൽ ഉണ്ടായിരുന്ന എയർ ഫ്യൂൽ മിക്സറിനെ കത്തിക്കുന്നത്. കിട്ടിയല്ലോ, സംശയമില്ലല്ലോ, റെഡിയാണ്. ഇനി നമുക്ക് ഏകദേശം കിട്ടി. ഇതിലൂടെ വരുന്നത് മിക്സ്ചർ, അതിന് നമ്മൾ ചാർജ് എന്ന പേര് പറഞ്ഞു. റെഡി? ഇനി സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ. സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ബ്ലോക്കിന്, അതായത് ഈ ഒരു എൻറ്റയർ സെക്ഷന് കവർ ചെയ്യുന്നത്, ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ കവർ ചെയ്യുന്ന ഭാഗത്തിന് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നു. ആ സിലിണ്ടർ ഹെഡിലായിരിക്കും ക്യാമും ക്യാം ഷാഫ്റ്റ് ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാം. ആ സിലിണ്ടർ ഹെഡിലായിരിക്കും നമ്മുടെ ഇൻടേക്ക് വാൾവുകളുള്ളത്, സ്പാർക്ക് പ്ലഗ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കുക. സിലിണ്ടർ ഹെഡ് എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടും. റെഡി? അടുത്തത് സിലിണ്ടർ, അതായത് എഞ്ചിന്റെ നമ്മുടെ നട്ടൽ എന്താണോ, പ്രവർത്തനം എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, എഞ്ചിന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത് എഞ്ചിനെ പിടിച്ചു നിർത്തുന്നത്. എഞ്ചിന്റെ എല്ലാ കോമ്പോണന്റുകളും ഫിറ്റ് ചെയ്തിട്ടുള്ളത് സിലിണ്ടർ ബ്ലോക്കിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് എന്താക്കാം, ഇവിടെ വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ ബ്ലോക്ക് എന്താണെന്ന് കിട്ടി. ഇനി പിസ്റ്റൺ എന്താണ് പറയണം. പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എഞ്ചിന്റെ ഉള്ളിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ചെയ്യുന്ന, ഇവിടെ ഉണ്ടാവുന്ന കമ്പഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്ന പവറിനെ സ്വീകരിച്ചിട്ട് ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് നടത്തുന്നത് പിസ്റ്റൺ ആണ്. പിന്നുള്ളത് പിസ്റ്റൺ റിംഗ് ആണ്. പിസ്റ്റൺ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആലോചിച്ച് വെക്കുക, രണ്ട് മെറ്റൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടി ഉരയുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫ്രിക്ഷനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചെറിയൊരു രീതിയിലുള്ള ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യരുത്, ഇവിടെ ഉണ്ടാവുന്ന കമ്പഷൻ ഗ്യാസുകളും ഇവിടെ ഉണ്ടാവുന്ന ഓയിൽ, അല്ലെ? ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഇവിടെ ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ എന്ത് ചെയ്യരുത്, മുകളിലേക്കും കമ്പഷൻ ഗ്യാസ് താഴോട്ടും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സീലന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺട്രോളർ ആയിട്ടോ നമ്മൾ ആക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എന്താണ്, പിസ്റ്റൺ റിങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും പഠിക്കും. റെഡി? അടുത്തത് റിസ്റ്റ് പിൻ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് പഠിക്കേണ്ടത് കണക്റ്റിംഗ് റോഡ് എന്താണെന്നാ. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിസ്റ്റണെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡാണ്. പിസ്റ്റന്റെ ക്രാങ്ക് ഷാഫ്റ്റും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡാണ്. പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്, റിസ്റ്റ് പിന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രാങ്ക് പിന്നുണ്ട്. രണ്ട് പിന്നുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് റിസ്റ്റ് പിന്ന് ഈ കണക്റ്റിംഗ് റോഡിനെ പിടിച്ചു നിർത്തുമ്പോൾ മറ്റു ഭാഗത്ത് ക്രാങ്ക് പിൻ എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റിംഗ് റോഡിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നുള്ളത് ക്രാങ്ക് കേസ് ആണ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിനെ കവർ ചെയ്യുന്നത് ക്രാങ്ക് കേസ് ആയിരിക്കും. ഈ ക്രാങ്ക് കേസിലാണ് എന്തുള്ളത്, ഓയിൽ ഉള്ളത്. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് നമ്മളുടെ പവർ സോഴ്സ്, അല്ലെ?
നമ്മള് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പഷൻ ആ പ്രഷറിനെ നമ്മളൊരു റൊട്ടേറ്റിംഗ് മോഷൻ ആക്കി മാറ്റുന്നു അല്ലെ. ഇവിടെ ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യാ, റൊട്ടേറ്റ് ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് അവിടെയുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടക്കുന്ന സമയത്ത്, പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് എന്താണ്, റോട്ടറി മോഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, പിസ്റ്റൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിസ്റ്റൺ. അപ്പൊ കണക്ടിംഗ് റോഡ് എന്ത് ചെയ്യുന്നു, ക്രാങ്ക് ഷാഫ്റ്റിന് റോട്ടറി മോഷൻ ആകുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പിസ്റ്റൺ എന്തായിരിക്കും, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആണ്. ഓക്കെ, കിട്ടി. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് റോട്ടറി മോഷൻ ആയിരിക്കും. അപ്പം പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് റോട്ടറി മോഷൻ ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടിന്റെയും കണക്ഷൻ മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ ഏകദേശം നമ്മളുടെ ഈ പിന്നെ ഉള്ളത് ഇവിടെ നോക്കിയ ഒരു വാൾവ് സ്പ്രിംഗ് ആണ്. വാൾവ് സ്പ്രിംഗിന്റെ യൂസേജ് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വാൾവിനെ വാൾവിനെ കേം ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിംഗിലൂടെയാണ്. അപ്പം ഏകദേശം ഈ ഒരു ഭാഗത്തുള്ള എൻറ്റയർ കാര്യങ്ങൾ എന്താണ് കേം എന്നും ക്യാം ഷാഫ്റ്റ് എന്നും ഇൻടേക്ക് മാനിഫോൾഡ് എന്താണെന്നും മിക്സ്ചർ എന്താണെന്നും ഇൻടേക്ക് വാൾവ്, കമ്പഷൻ ചേംബർ, പിസ്റ്റൺ റിംഗ്, റിസ്റ്റ് പിന്ന്, പിസ്റ്റൺ, ക്രാങ്ക് കേസ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് അല്ലെ, വാൾവ് സ്പ്രിങ്, എക്സോസ്റ്റ് വാൾവ്, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, കണക്ടിംഗ് റോഡ്, ക്രാങ്ക് പിൻ നമ്മൾ പഠിച്ചു. ഇനിയുള്ള സംശയം, നിങ്ങൾക്കുള്ള സംശയം, സാറേ ഈ ക്രാങ്ക് ഷാഫ്റ്റും ക്രാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കാം. ഇതാണ് ഷാഫ്റ്റ്. അതായത് ഒട്ടനവധി ക്രാങ്ക് ഷാഫ്റ്റുകൾ ഉണ്ടാവും. നമ്മുടെ പിസ്റ്റന്റെ എണ്ണം, സിലിണ്ടറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ അതിനനുസരിച്ച് ഡബിൾ സിലിണ്ടർ, അതിനെ എല്ലാം കൂടി കണക്ട് ചെയ്യുന്നതിനാണ് ഷാഫ്റ്റ് എന്നും, ഇതിനെ ഓരോന്നിനും ഇൻഡിവിജ്വൽ കോമ്പണന്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് എന്നാണ് പറയുന്നത്. അത് നമ്മള് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടും. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം. അത് നമ്മൾ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റെഡി, ഒരിക്കൽ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ? റെഡി, അപ്പോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. ഒന്നാമത്തെ സ്പാർക്ക് പ്ലഗ്, ഒന്നാമത്തെ സ്ട്രോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിൻസിലുള്ള സ്ട്രോക്കുകളുടെ ഒന്നാമത്തെ പേര് ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നായിരിക്കും. ഓക്കെ, ആലോചിച്ച് വെക്കാം. ഇവിടെ ഒന്നാമത്തെ സ്ട്രോക്കിന്റെ പേര് ഇൻടേക്ക് സ്ട്രോക്ക്, അല്ലെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്കിന് നമ്മൾ വേറൊരു പേര് പറയുന്നു. ഇൻടേക്ക് സ്ട്രോക്കിന് നമ്മൾ വേറൊരു പേര് പറയുന്നു സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്ക്, ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നു, സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നു. രണ്ടും പേര് പറയാറുണ്ട്. എന്താണ് ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻടേക്ക് വാൾവിലൂടെ അല്ലെങ്കിൽ ഇൻടേക്കിലൂടെ ഈ ചാർജ് എവിടേക്ക് എൻട്രി ആണ്? ഇൻടേക്കിലൂടെ ചാർജ് എവിടേക്ക് എൻട്രി ആണ്? നമ്മളുടെ കമ്പഷൻ ചേംബറിലേക്ക് എൻട്രി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, അവിടെ എങ്ങനെയാ നടക്കുന്നത്? പിസ്റ്റൺ എങ്ങനെ ചെയ്യണം? അതൊരു സിറിഞ്ചിനെ പറ്റി ആലോചിക്കാം. നമ്മുടെ ബ്ലഡ് അല്ലെ, നമ്മളെ ബ്ലഡ് സിറിഞ്ചിലൂടെ വലിച്ചെടുക്കണമെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യണം? അതിന്റെ പിസ്റ്റൺ ബാക്കോട്ട് വലിക്കണം. അതേപോലെ തന്നെ പുറമേ നിന്ന് ഒരു ചാർജ് കമ്പഷൻ ചേംബറിലേക്ക് എത്തണമെങ്കിൽ ഈ പിസ്റ്റൺ എന്ത് ചെയ്യണം? താഴേക്ക് മൂവ്മെന്റ് ചെയ്യണം, ഡൗൺവേർഡ് മോഷൻ ചെയ്യണം. അതെങ്ങനെയാ പോവാ? ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, എങ്ങനെയാ? TDCയിൽ നിന്ന് എവിടേക്ക് പോകണം? BDC, താഴത്തേക്ക് പോകണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻടേക്ക് സക്ഷൻ. ഇൻടേക്കും സക്ഷനും ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് നമ്മുടെ ചാർജ് എന്ത് ചെയ്യുന്നു? നമ്മുടെ കമ്പഷൻ ചേംബറിലേക്ക് എത്തുന്നു. അവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് TDCയിൽ നിന്ന് BDCയിലേക്കാണ്. അതായത് മുകളിൽ നിന്ന് താഴത്തേക്കാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും
കമ്പഷൻ ചേമ്പറിലെ പ്രഷറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഓൾറെഡി അറ്റ്മോസ്ഫിയർ പ്രഷറും കമ്പഷൻ ചേമ്പറിലെ പ്രഷറും തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലെ, കണക്റ്റഡ് ആണ്. കണക്റ്റഡ് എന്ന് പറയാൻ കാരണം നോക്കിക്കോ, ഇവിടെ ഓപ്പൺ അല്ലേ, ഓപ്പൺ ആകുന്ന സമയത്ത് എന്തായിരിക്കും, ഏത് പ്രഷർ ആയിരിക്കും കൂടുതൽ? അറ്റ്മോസ്ഫിയർ പ്രഷർ ആണോ കംപ്രഷൻ പ്രഷർ ആണോ, കമ്പഷൻ ചേമ്പറിലെ പ്രഷർ ആണോ? ആലോചിച്ച് നോക്ക്, ഏതായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലായതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ, സാന്ദ്രത കൂടിയ ഏരിയയിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ ഏരിയയിലേക്കാണ് എന്നും നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുക അല്ലെ. കൂടുതൽ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് അല്ലെ, വെള്ളത്തിന്റെ ഒഴുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ വെള്ളമുള്ള സ്ഥലത്തേക്ക് അത് ആകുക. അതേപോലെ തന്നെ നമ്മളൊരു സ്പ്രേ അടിച്ചു എന്ന് വിചാരിക്കുക, സ്പ്രേയുടെ സ്മെല്ല് കൂടുതലുള്ള ഏരിയയിൽ നിന്ന് കുറഞ്ഞുള്ള ഏരിയയിലേക്ക് വ്യാപിക്കുകയാണ്. അതേപോലെ തന്നെ പ്രഷർ കൂടുതൽ, ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് പ്രഷർ കൂടുതലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് കമ്പഷൻ ചേമ്പറിൽ, പ്രഷർ കുറവുള്ള കമ്പഷൻ ചേമ്പറിലേക്ക് ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, എയർ ഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ചെയ്യുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പഠിച്ചിരിക്കണേ. സക്ഷൻ സ്ട്രോക്കിൽ ഏത് പ്രഷർ ആയിരിക്കും, എക്സോസ്റ്റ് പ്രഷർ ആണോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ കംപ്രഷൻ ചേമ്പറിലെ പ്രഷർ ആണോ കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പറ്റണം അറ്റ്മോസ്ഫിയറിലെ പ്രഷറാണ്. റെഡി? രണ്ടാമത്തെ സ്ട്രോക്കിന് പറയുന്ന പേര്, രണ്ടാമത്തെ കംപ്രഷൻ സ്ട്രോക്ക്. രണ്ടാമത്തെ സ്ട്രോക്കിന് പറയുന്ന പേര് കംപ്രഷൻ സ്ട്രോക്ക്. റെഡി? ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ പ്രത്യേകത, കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് കംപ്രസ് ചെയ്യാണ്, അതായത് ഈ കംപ്രഷൻ ചേമ്പറിലെ എയർ ഫ്യൂവൽ മിക്സറിനെ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഒരു ബലൂണിലെ എയറിനെ ഞാൻ കംപ്രസ് ചെയ്യണമെങ്കിൽ അതിന് ഹോൾ ഇട്ടിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഹോളിലൂടെ എന്ത് ചെയ്യുന്നു, പുറമേ പൊട്ടും. അതേപോലെ തന്നെ നമ്മളൊരു ഒരു ബാഗിൽ കുറെ ഡ്രസ്സ് അടിഭാഗം കീറിയിട്ടുള്ള ഒരു ബാഗിൽ ഡ്രസ്സ് എടുത്തിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുന്നു, കീറിയതിലൂടെ പുറമേക്ക് പോലെ, അല്ലെങ്കിൽ കീറൽ വലുതാവുന്നു. അതേപോലെ തന്നെ കമ്പഷൻ ചേമ്പറിനെ, ഈ ചാർജിനെ കംപ്രസ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വാൾവും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇവിടെ ഇൻടേക്ക് വാൾവില്, സക്ഷൻ സ്ട്രോക്കിൽ എന്തായിരുന്നു, ഇൻടേക്ക് വാൾവ് എന്തായിരുന്നു, ഓപ്പൺ ആയിരുന്നു. ഇവിടെ എന്താണ്, കംപ്രഷൻ സ്ട്രോക്കില് ഇൻടേക്ക് വാൾവും അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൾവും ക്ലോസ്ഡ് ആണ്. പിസ്റ്റന്റെ മൂവ്മെന്റ് എന്താ, ഇവിടെ ഞെരിക്കണമെങ്കിൽ ഇപ്പൊ നിലവിൽ എന്താ പിസ്റ്റൺ എവിടെയാ നിൽക്കുന്നത്, BDC-ലാണ്. നമ്മൾ നേരത്തെ സക്ഷൻ നടന്ന സമയത്ത് TDC-ന്ന് BDC-ലേക്ക് എത്തി. അപ്പൊ കംപ്രഷൻ നടക്കുന്ന സമയത്ത് BDC-ന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എവിടെ വരിക, BDC-ന്ന് എവിടേക്ക് പോകും, മുകളിലേക്ക് പോകും അല്ലെ. പിസ്റ്റൺ BDC-ന്ന് മുകളിലേക്ക് പോകും, പിസ്റ്റൺ TDC-ലേക്ക് എത്തും. ഇവിടെ TDC-ന്ന് താഴേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, താഴെ BDC എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പിസ്റ്റൺ തിരിച്ചു പോകുന്നു. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൈക്ലിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും BDC-ൽ നിന്ന് TDC-ലേക്ക് പിസ്റ്റൺ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന പിസ്റ്റന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എയർ ഫ്യൂവൽ മിക്സറിനെ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? കിട്ടിയിട്ടുണ്ടോ? റെഡി? ഇനി ജസ്റ്റ് അടുത്ത സ്ട്രോക്കിലേക്ക് നോക്കാം. അടുത്ത സ്ട്രോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ കമ്പഷൻ സ്ട്രോക്ക്, രണ്ട് പേര് പറയും. പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ കംപ്രഷൻ അല്ല, കമ്പഷൻ, കത്തുന്നത്. ഈ ഒരു സ്ട്രോക്കിലാണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്, പിസ്റ്റൺ എവിടേക്ക് പോയി എന്ന് ആദ്യം തന്നെ നോക്കാം. നേരത്തെ സൈക്കിളിൽ നമ്മൾ ചെയ്യുന്നത് BDC-ന്ന് TDC-യിലേക്കാണ്. അപ്പൊ പവർ സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാ പോവാ, TDC-ന്ന് താഴോട്ട് വീണ്ടും വരും BDC. അതിനെ നമ്മൾ പറയുന്ന പേര് സൈക്ലിക് ഓപ്പറേഷൻ. എന്താ ചെയ്തത്, BDC-യിലേക്ക് വരും. അത് എന്തിന്റെ ഇൻഫ്ലുവൻസാ? ഓൾറെഡി TDC-ന്ന് BDC-യിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അത് എന്തിന്റെ ഇൻഫ്ലുവൻസാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ നോക്കുക. ഇവിടെ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ എന്തു ചെയ്യുന്നു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഒരു റൂമിലേക്ക് ഞാനൊരു റൂമിൽ വെച്ചിട്ട് ഞെരുക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൂമിന്റെ
ഒരു റൂമിലേക്ക് കുറെ ആൾക്കാരെ വെച്ചിട്ട് കുറെ ആൾക്കാരെ ഇങ്ങനെ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് ടെമ്പറേച്ചർ കൂടും, അവിടെ ഉണ്ടാവുന്ന പ്രഷർ കൂടും, നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോ ചെയ്യുന്നത് എന്താ, ഇവിടെ ഉണ്ടാവുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കമ്പഷൻ ചേമ്പറിലെ എയർ ഫ്യൂൽ മിക്സ്ചർ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ടെമ്പറേച്ചർ കൂടുന്നു, പ്രഷർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും പ്രഷർ കൂടിക്കഴിഞ്ഞാലും ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു കത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ വന്ന് വരുന്ന സമയത്ത് നമ്മുടെ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യുന്നു, സ്പാർക്ക് അടിക്കുന്നു. ബാറ്ററി മുഖാന്തരം നമുക്ക് പഠിക്കാനുണ്ട്, ബാറ്ററി മുഖാന്തരം സ്പാർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടിത്തെറി നടന്നു. കാരണം ഇതൊരു ഫ്യൂവലാണ്. ആ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് ഒരു പ്രഷർ പിസ്റ്റന്റെ മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു പ്രഷർ പിസ്റ്റന്റെ ഹെഡിലേക്ക് എന്ത് ചെയ്യുന്നു, പിസ്റ്റന്റെ ഹെഡിനെ ഇങ്ങനെ അടിക്കുന്നു. ആ പിസ്റ്റന്റെ ഹെഡിനെ അടിക്കുന്ന സമയത്ത് പിസ്റ്റന്റെ മൂവ്മെന്റ് എന്തായിരിക്കും? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, TDC BDC യിലേക്കാണ്. ഇവിടെ ഏരോ മാർക്ക് റെഡി കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സോസ്റ്റ് സ്ട്രോക്ക്. പറയുന്ന പേര് എക്സോസ്റ്റ് സ്ട്രോക്ക്. സ്ട്രോക്കിലും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ പഠിക്കേണ്ടത്? നമ്മുടെ TDC BD പിസ്റ്റന്റെ മൂവ്മെന്റ് നേരത്തെ BDCയിലാണ് എത്തിയത്. ഇത് നമുക്ക് എന്താ പറയാം, BDC നിന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നു TDCയിലേക്ക്. നേരത്തെ അതായത് നമ്മുടെ പവർ സ്ട്രോക്കിൽ 2 വാൾവ് എന്തായിരുന്നു, ക്ലോസ് ആയിരുന്നു. ഓൾറെഡി നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൽ പറഞ്ഞതാണ് 2 വാൾവും ക്ലോസ് ആയിരുന്നു. പക്ഷെ എക്സോസ്റ്റ് സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റ് വാൾവ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആവുന്നു. അതിലൂടെ നമ്മളുടെ കത്തിക്കരിഞ്ഞിട്ടുള്ള പുക, നമ്മൾ പേര് പറഞ്ഞു, ഡിസ്ചാർജ് പുറമേക്ക് പോകുന്നു. ഒരിക്കൽ കൂടി സ്പീഡി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലവർക്ക് കത്തിയിട്ടുണ്ടാവും, ചിലവർ പകുതിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, വെയിറ്റ്. ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന വേറൊരു പേര് എന്ന് പറഞ്ഞാല് സക്ഷൻ സ്ട്രോക്ക് എന്നാണ്. സക്ഷൻ സ്ട്രോക്കിൽ ചെയ്യുന്ന എന്താണ്, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നുണ്ട്, ഡിസ്ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് കമ്പഷൻ ചേമ്പറിലേക്ക് എത്തുന്നുണ്ട്. പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് എന്താണ്, താഴെ ഒരു സിറിഞ്ചിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ TDC നിന്ന് BDCയിലേക്കാണ്. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, ചാർജ് പുറമേന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പ്രഷർ കുറവായിരിക്കും. റെഡി. രണ്ടാമത്തെ സ്ട്രോക്കിന് നമ്മൾ പറഞ്ഞു വരുന്നത് കംപ്രഷൻ സ്ട്രോക്കാ. കമ്പഷൻ അല്ല, കംപ്രസ് ചെയ്യുക. ഇവിടെ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ 2 വാൾവ്, ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ്. പിസ്റ്റന്റെ മൂവ്മെന്റ് എന്താ, നേരത്തെ എത്തിയിട്ടുള്ളത് പിസ്റ്റൺ BDCയിലാണ്, തിരിച്ചു പോകാൻ നോക്കും. BDC എന്ത് ചെയ്യുന്നു, TDCയിലേക്ക് പോകും. അപ്പോ 2 വാൾവും ക്ലോസ് ആയതിനെ കൊണ്ട് ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള കംപ്രസ് ചെയ്യുന്നു. എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പവർ സ്ട്രോക്ക് ആണ്. പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അത് നല്ല രീതിയിലുള്ളൊരു സാഹചര്യമാണ്. എന്തിന്റെ സാഹചര്യമാണ്? അവിടെ കത്താനുള്ള, കമ്പഷൻ നടക്കാനുള്ള സാഹചര്യം വന്നു. സ്പാർക്ക് പ്ലഗ് ബാറ്ററിയിൽ നിന്ന് പവർ സ്വീകരിച്ച് സ്പാർക്ക് പ്ലഗ് അടിക്കുന്നു. ഇവിടെ ഉണ്ടാവുന്ന ഫ്യൂവൽ ബേൺ ആവുന്ന സമയത്ത് പിസ്റ്റന്റെ ഹെഡിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പിസ്റ്റന്റെ ഹെഡിന്റെ മുകളിലേക്ക് ആ ബേൺ ആയിട്ടുള്ള ഫ്യൂവൽ പ്രഷർ ചെലുത്തുന്നു. പിസ്റ്റൺ എവിടേക്ക് പോകുന്നു, നേരത്തെ എവിടെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, TDCയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. TDCന്ന് താഴേക്ക് വീണ്ടും BDCയിലേക്ക് എത്തുന്നു. BDC എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലാസ്റ്റ് സ്ട്രോക്കിന് പറയുന്ന പേര് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നായിരുന്നു. എക്സോസ്റ്റ് സ്ട്രോക്ക് നടക്കുന്നത് എന്ത്, ഇവിടെ 2 വാൾവും ക്ലോസ് ആണ്, ബോത്ത് വാൾവ് ആർ ക്ലോസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ് ആണ്.
എക്സോ സ്ട്രോക്ക് നോക്കിക്കഴിഞ്ഞാൽ പിസ്റ്റൺ എവിടെ എത്തിയിട്ടുണ്ട്? ബി ഡി സിയിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? ബി ഡി സിന്ന് മുകളിലേക്ക് ടി ഡി സിയിലേക്ക് എത്തുന്നു. അവിടെ ടി ഡി സിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് വാൾവ് എന്താവുന്നു? ഓപ്പൺ ആവുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കത്തിക്കരിഞ്ഞിട്ടുള്ള പുക കാർബൺ പർട്ടിക്കുലർ മാറ്ററുകൾ, കാർബൺ മോണോക്സൈഡുകൾ, ഹൈഡ്രോ കാർബണുകൾ, മറ്റു കാർബൺ ഡൈ ഓക്സൈഡുകൾ, അത്തരത്തിലുള്ള പൊല്യൂട്ടന്റുകൾ, അത്തരത്തിലുള്ള ഭാഗങ്ങൾ, ഹൈഡ്രോ കാർബൺ കരികളൊക്കെ കമ്പഷൻ ചേമ്പറിൽ നിന്ന് എക്സോസ്റ്റിലേക്ക് പുറമേക്ക് പോകുന്നു. ഇതാണ് സിംപിളി 3 സ്ട്രോക്ക്: ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോ സ്ട്രോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഡിഫറെന്റ് ആയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞതൊന്ന് പറയാം. 4 സ്ട്രോക്ക് എന്താണ്? 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഇൻ വിച്ച് 1 complete cycle is finished 4 stroke in the piston. ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞു 2 revolution of the crankshaft. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ് അല്ലെ? കൺസിക്യൂട്ടീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? അപ്പൊ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനില് സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമുണ്ട്. എന്താണ്? 1 ഇൻടേക്ക് സ്ട്രോക്ക്, 2 ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്ക്, 3 കമ്പഷൻ സ്ട്രോക്ക്, പവർ എന്നും പറയും, 4 എക്സോ സ്ട്രോക്ക്. 4 എക്സോ സ്ട്രോക്ക്. ഈ 4 സ്ട്രോക്കുകളും നടക്കണം. ഈ 4 സ്ട്രോക്കുകളും നടക്കുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ടി ഡി സി, ഇവിടെ ശ്രദ്ധിച്ചോ, ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് എത്തുന്നു. അതൊരു സ്ട്രോക്ക് അല്ലേ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് എത്തുന്നു, ബി ഡി സിന്ന് ടി ഡി സി എത്തുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. രണ്ടാമത്തെ നടക്കുന്നത് ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ നടക്കുന്നത് കംപ്രഷനാ. കംപ്രഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ബി ഡി സിന്ന് പിസ്റ്റൺ വേറെ ടി ഡി സിയിലേക്ക് എത്തുന്നു. അത് രണ്ടാമത്തെ സ്ട്രോക്ക് അല്ലേ? ഇനി മൂന്നാമത്തെ നടന്നത് കംപ്രഷൻ കഴിഞ്ഞ കമ്പഷനാ, കത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ടി ഡി സിന്ന് പിസ്റ്റൺ വീണ്ടും ബി ഡി സിയിലേക്ക് എത്തുന്നു. അത് മൂന്നാമത്തെ സ്ട്രോക്ക് അല്ലേ? ഇനി ബി ഡി സിന്ന് പിസ്റ്റൺ എക്സോ സ്ട്രോക്കിലേക്ക് ഇറങ്ങുന്ന ടി ഡി സിയിലേക്ക് പോകുന്നു. നാലാമത്തെ സ്ട്രോക്ക് അല്ലേ? ഈ 4 സ്ട്രോക്കുകളെ നമ്മൾ പറയുന്ന പേരെന്താ? സൈക്കിൾ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻസ് 4 stroke petrol engine is an internal combustion engine. One complete cycle is finished 4 stroke, 4 സ്ട്രോക്കിലൂടെ. ഓക്കെ, ഫിനിഷ്ഡ് 4 സ്ട്രോക്ക്, 4 സ്ട്രോക്കിലൂടെ ഫിനിഷ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് ബ്രാക്കറ്റിൽ 2 revolution of the crankshaft. എങ്ങനെയാണ് 2 revolution of the crankshaft എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിസ്റ്റൺ നിന്ന് കണക്ടിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിസ്റ്റന്റെ മൂവ്മെന്റ് റെസിപ്രോക്കറ്റിംഗ് മോഷനാണ്, ക്രാങ്ക് ഷാഫ്റ്റിന്റെ മൂവ്മെന്റ് റോട്ടറി മോഷനാണ് അല്ലെ? അപ്പൊ നോക്കിക്കോ, എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത് നോക്കിക്കോ. പിസ്റ്റൺ ആദ്യം നടക്കുന്ന ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ ആദ്യം ഹാഫ് സർക്കിൾ കറങ്ങും. അങ്ങനെ തന്നെ പഠിച്ചോളാം. റെഡി? പിസ്റ്റൺ ഹാഫ് സർക്കിൾ കഴിയും. എത്ര വരും? 180. രണ്ടാമത്തെ സ്ട്രോക്ക് ആയിട്ടുള്ള കംപ്രഷൻ സ്ട്രോക്കില് അടുത്ത ഹാഫ് സർക്കിൾ കരുതും. എത്ര ഇവിടെ വരും? 360 വരും. ഡിഗ്രിയാണ് നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ, ഡിഗ്രി അല്ലേ? അടുത്ത സ്ട്രോക്ക് എന്താണ്? കംപ്രഷൻ കാരണം പവറാണ്, എക്സ്പാൻഷൻ സ്ട്രോക്ക് ആണ്. എന്ത് ചെയ്യും? വീണ്ടും ഹാഫ് സർക്കിൾ ഇറങ്ങും. ഇതിനപ്പുറം 180 കൂട്ടി കഴിഞ്ഞാൽ 540 ഡിഗ്രി വരും.
റെഡി അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ട്രോക്ക് എന്താണ്? പവർ സ്ട്രോക്ക്. പവർ സ്ട്രോക്ക് കഴിഞ്ഞാൽ എക്സോ സ്ട്രോക്ക്. 540 കൂടെ 150 കൂടി കൂടിക്കഴിഞ്ഞാൽ 720. അതായത് വീണ്ടും ഒരു ഹാഫ് സർക്കിൾ കഴിയും. അപ്പൊ നിങ്ങൾ ഇവിടെ ക്രോഡീകരിക്കേണ്ടത്, കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഒരു സ്ട്രോക്കിന് പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്യുന്നത് 180. അതായത് ഒരു സ്ട്രോക്കിന് പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയാണ്. സോറി, പിസ്റ്റൺ അല്ല, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയാണ്. അപ്പൊ 4 സ്ട്രോക്കിന് എത്ര വരും? 4 × 180 720 ഡിഗ്രി. റെഡി അല്ലേ? 720 ഡിഗ്രി. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഇൻടേക്ക്, എക്സോസ്റ്റ്, ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് സൈക്കിള് ഫിനിഷിന് 4 സ്ട്രോക്ക്, 4 സ്ട്രോക്കിൽ കഴിയുന്നു. അവിടെ ഉണ്ടാവുന്ന റെവല്യൂഷൻ എത്രയാണ്? 2 റെവല്യൂഷനാണ്. അത് 2 റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? സർക്കിളിന് 360 അല്ലേ? അപ്പൊ 2 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 × 360 എത്ര വരും? 720 വരും ഡിഗ്രി. അപ്പൊ 720 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റെവല്യൂഷൻ. അതിനല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? 2 റെവല്യൂഷൻ കഴിഞ്ഞു ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞത്. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിട്ടുള്ള പിസ്റ്റന്റെ മോഷനെ റോട്ടറി മോഷൻ ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് 2 റെവല്യൂഷൻ ആണ് കറങ്ങുക. മനസ്സിലായോ? കിട്ടിയല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്ക്. പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിൾ. നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ദ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ ബേസിലാണ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യാം. പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ദ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിലാണ് വർക്ക് ചെയ്യുക. ഒരു തെർമോഡൈനാമിക് സൈക്കിളാണ്. അത് മെക്കാനിക്കൽ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പെട്രോൾ എഞ്ചിൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അവസാനം നമുക്ക് പറഞ്ഞു പോവാം. ഓട്ടോ സൈക്കിൾ ഇത്ര മാത്രമേ ക്വസ്റ്റ്യൻസ് ഇതിൽ വരുള്ളൂ. ഓട്ടോ സൈക്കിൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഇതിൽ വരില്ല. പക്ഷെ തെർമോഡൈനാമിക്സ്, മെക്കാനിക്കലിലെ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ഓട്ടോ സൈക്കിളും കാർനോട്ട് സൈക്കിളും അതുപോലെ തന്നെ ഡീസൽ സൈക്കിളും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ വരുന്നത് പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ദ ഓട്ടോ സൈക്കിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ദ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യണം. സ്റ്റാർ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് വെക്കുക, അല്ലെ? സ്റ്റാറിന്റെ ശരി ഇട്ട് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കൈയിന്റെ അടയാളം ചെയ്ത് വെക്കുക, അല്ലെ? ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുക. പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിൾ. കിട്ടിയല്ലോ? റെഡി അല്ലേ? യെസ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി ഈച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൈക്കിളുകൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. സക്ഷൻ സ്ട്രോക്കിൽ നടക്കുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ബേസിക്കലായിട്ട് മൈൻഡിൽ ഉണ്ടാക്കുക. ദ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ്. ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDC-ന്ന് BDC-യിലേക്ക് പോകുന്നു. ഡൗൺവേർഡ്. രണ്ടാമത്തത് ദ ഇൻടേക്ക് വാൾവ് ഓപ്പൺസ്. ഒന്ന് കഴിഞ്ഞ് ഇൻടേക്ക് വാൾവ് ഓപ്പൺസ്, അല്ലെ? സക്ഷൻ സ്ട്രോക്ക് നടക്കുന്നത് ഇൻടേക്ക് വാൾവ് ഓപ്പൺ, എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. മൂന്നാമത്തത് ദ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ എൻറ്റേഴ്സ് ഇൻ ദ സിലിണ്ടർ. അതിന് നമ്മൾ പറഞ്ഞ പേര് ചാർജ് എന്നായിരുന്നു. ചാർജ് ഇൻടേക്ക് വാൾവിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദ എക്സോസ്റ്റ് വാൾവ് റിമെയിൻസ് ക്ലോസ്ഡ് ആണ്. അതായത് എക്സോസ്റ്റ് വാൾവ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. നാലാമത്തെ പോയിന്റ് ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് 0 മുതൽ 180 ആണ്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് ഹാഫ് സൈക്കിൾ ഇവിടെ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞുള്ളത്, 0 മുതൽ 180 ഡിഗ്രി. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു പോയിന്റ് കൂടി എഴുതി വെച്ചോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗ്രേറ്റർ ദാൻ ദ എന്തായിരിക്കും? സിലിണ്ടർ, അല്ലെ? കംപ്രഷൻ ചേംബർ
ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ കംപ്രഷൻ ചേംബർ പ്രഷർ അല്ലെ. കംപ്രഷൻ ചേംബറിന്റെ പ്രഷറിനെയും കാട്ടിലും കൂടുതലായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ. ഇത് സക്ഷൻ സ്ട്രോക്കിൽ നടക്കുന്നതാണ്. റെഡി, അടുത്ത സ്ലൈഡ്. ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കിക്കോ. പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് താഴോട്ടാണ്. ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പേര് പറഞ്ഞു. ഏരോ മാർക്ക് നോക്ക്. ചുവന്ന ആംഗിളിൽ എവിടെയാണ് ഇൻടേക്ക് വാൾവാണ് ഓപ്പൺ ചെയ്യുന്നത്. കിട്ടിയല്ലോ. അടുത്തത് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മൂവ് എവിടേക്കായിരുന്നു? അപ്വേർഡ്. അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BDC നിന്ന് TDCയിലേക്ക്. അപ്വേർഡ്. ബോത്ത് ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവ് ആർ ക്ലോസ്ഡ്. കാരണം എന്താണ്? ഇവിടെ നടക്കുന്നത് എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യുക. കംപ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? കംപ്രഷൻ നല്ല രീതിയിൽ പ്രഷർ ജനറേറ്റ് നിൽക്കൂല. രണ്ടാമത്തത് എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ്ഡ് ഇൻക്രീസ് ദ പ്രഷർ ടെമ്പറേച്ചർ. ഈ രണ്ട് സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കത്താനുള്ള സാഹചര്യങ്ങളാണ്. മൂന്നാമത്തത് ക്രാങ്ക് ആംഗിൾ. ഫസ്റ്റ് ആംഗിൾ കഴിഞ്ഞു. രണ്ടാമത്തെ 0 മുതൽ 180 ഡിഗ്രി വരെ പോയി. അടുത്തത് 180 മുതൽ എത്ര വരും? 180 പ്ലസ് 180 360. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 180 മുതൽ 380 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ. ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി, അടുത്തത് നെക്സ്റ്റ് എക്സ്പാൻഷൻ സ്ട്രോക്ക്. പവർ സ്ട്രോക്കിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് എക്സ്പാൻഷൻ. കാരണം എന്താണ്? അവിടെ ഈ ഒരു സ്പാർക്ക് അടിഞ്ഞതിന് ശേഷം ഇവിടെ ഉണ്ടാവുന്ന എയർ ഫ്യൂൽ മിക്സർ കത്തി പടരുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രഷർ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. പ്രഷർ സിലിണ്ടറിന്റെ പിസ്റ്റന്റെ മുകളിലേക്ക് നമ്മൾ ഒരു പ്രഷർ കൊടുക്കുന്നു അല്ലെ. ആ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? ഈ ഏരോ മാർക്ക് ഉള്ളത് പോലെ താഴേക്ക് പോകുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ്സ് ദ കംപ്രസ്ഡ് എയർ മിക്സ്. കംപ്രസ്ഡ് മിക്സ്ചറിനെ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യുന്നു? ഇഗ്നൈറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇഗ്നൈറ്റ് ചെയ്യുന്നു. റെഡി, അടുത്ത പോയിന്റ്. ദ എക്സ്പ്ലോഷൻ ഫോഴ്സ് പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ്. എക്സ്പ്ലോഷൻ ഫോഴ്സ് മൂവ്, അതായത് അവിടെ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ആ ഇഗ്നൈറ്റ് ചെയ്യുന്നുണ്ടാവുന്ന എക്സ്പ്ലോഷൻ, അതിന്റെ ഫോഴ്സ് പിസ്റ്റണെ ഡൗൺവേർഡിലേക്ക്. ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDCയിൽ നിന്ന് എവിടേക്ക്? BDCയിലേക്ക്. TDCയിൽ നിന്ന് BDCയിലേക്ക്. മൂന്നാമത്തെ പോയിന്റ്, ദി സ്ട്രോക്ക് പ്രൊഡ്യൂസ് യൂസ്ഫുൾ മെക്കാനിക്കൽ പവർ. ഈ ഒരു സ്ട്രോക്ക് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ള മെക്കാനിക്കൽ പവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലേ? അവിടെയാണ് ഒരു മെക്കാനിക്കൽ പവർ ഉണ്ടാകുന്നത്. മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മെക്കാനിക്കൽ പവറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എക്സ്പാൻഷൻ സ്ട്രോക്ക് ആണ് ഒരു മെക്കാനിക്കൽ പവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പഠിച്ചു വെച്ചോളാം. പവർ സ്ട്രോക്കോ എക്സ്പാൻഷൻ സ്ട്രോക്കോ ആണ് ഒരു മെക്കാനിക്കൽ പവറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ്. രണ്ട് വാൾവ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. സംശയമൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ എക്സ്പോർഷൻ അല്ലേ നടക്കുന്നത്. ക്രാങ്ക് ആംഗിൾ എത്രയാ? നമ്മൾ ഓൾറെഡി 360 എത്തിയിട്ടുണ്ട്. 360 വീണ്ടും ഒരു 180 കൂടി കഴിഞ്ഞാൽ 540 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ കിട്ടി. 540 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ കിട്ടിയല്ലോ. റെഡി, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സോസ്റ്റ്. നാലാമത്തെ സ്ട്രോക്ക് ആയിട്ടുള്ള എക്സോസ്റ്റ് സ്ട്രോക്ക്. എന്താണ് എക്സോസ്റ്റ് സ്ട്രോക്കിൽ പറയുന്നത്? ദ പിസ്റ്റൺ മൂവ്സ് അപ്വേർഡ്. അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BDCയിൽ നിന്ന് TDCയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചു. ദ എക്സോസ്റ്റ് വാൾവ് ആർ ഓപ്പൺസ്. കാരണം എന്താ? ഇത് എക്സോസ്റ്റ് സ്ട്രോക്കാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഡിസ്ചാർജിനെ എന്താക്കാണ്? അറ്റ്മോസ്ഫിയറിലേക്ക് പുറമേക്ക് തള്ള. ഇവിടെയുള്ള വാൾവ് നോക്ക്, ഡിസ്ചാർജിനെ പുറമേക്ക് പോവാ. ബേൺഡ് ഗ്യാസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ സിലിണ്ടർ. സിലിണ്ടറിൽ നിന്ന് ബേൺഡ് ഗ്യാസ് പുറമേക്ക് പോകുന്നു. ഇൻലെറ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. പിസ്റ്റൺ മേലേക്കായിരിക്കും പോവാ. അതാ പറഞ്ഞത് ബേൺഡ് ഗ്യാസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ സിലിണ്ടർ. സിലിണ്ടറിൽ നിന്ന് ബേൺഡ് ഗ്യാസ് എന്ത് ചെയ്യുന്നു? പുറമേക്ക് പോകുന്നു. നാലാമത്തത് ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ 540 മുതൽ, നമ്മൾ നേരത്തെ എത്തിയിട്ടുള്ളത് 540 ആണ്. അതിന്റെ കൂടെ 180 കൂടി 720 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ കിട്ടി. സംശയങ്ങളൊന്നുമില്ല.
വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസ്. ദിസ് ഈസ് ബേസ്. ഇതാണ് ബേസ്. ഈ ബേസ് നിന്ന് വേറെ എവിടേക്കും പോകാൻ പാടില്ല. ഏതൊരു പിസ്റ്റൺ, 4 സ്ട്രോക്ക് പിസ്റ്റൺ നോക്കിക്കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിന്റെയും പെട്രോൾ എഞ്ചിന്റെയും ഈ 4 സ്ട്രോക്ക് എഞ്ചിന്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും സെപ്പറേറ്റ് ഇല്ല. അവിടെ ആകെ സെപ്പറേറ്റ് വരുന്നത് സ്പാർക്ക് ഇഗ്നിഷനും കംപ്രഷൻ ഇഗ്നിഷനും തമ്മിൽ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി? നമ്മൾ രണ്ടാമത്തെ വട്ടം പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നോക്ക്. സക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും. ഇവിടെ എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. ക്രാങ്ക് ആംഗിൾ വരുന്നത് 180, 0 മുതൽ 180. കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്നത് പിസ്റ്റൺ, ഇവിടെ സക്ഷൻ നടക്കുന്ന സമയത്ത് പിസ്റ്റൺ TDC-ന്ന് BDC-യിലേക്ക്. കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് പിസ്റ്റൺ എവിടേക്കും? ഇവിടെ BDC-യിലാണ് എത്തിയിട്ടുള്ളത്. BDC-ന്ന് TDC-യിലേക്ക് നടക്കും. അവിടെ 2 വാൾവുകളും ക്ലോസ്ഡ് ആണ്. ക്രാങ്ക് ആംഗിൾ 360 ആയിരിക്കും. 180 മുതൽ 360. പവർ സ്ട്രോക്ക് നടക്കുന്നത് പിസ്റ്റൺ നിൽക്കുന്നത് TDC-യിലാണ് നിൽക്കുന്നത്. TDC-ന്ന് നമ്മുടെ സ്പാർക്ക് പ്ലഗിന്റെ പൊട്ടിത്തെറി കാരണം BDC-യിലേക്ക് എത്തുന്നു. അവിടെ 2 വാൾവുകളും എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ആംഗിൾ വരുന്നത് 360 മുതൽ 540 ഡിഗ്രി വരെ. ഇനി എക്സോസ്റ്റ് സ്ട്രോക്ക്, പുറമേക്കുള്ള സ്ട്രോക്ക്. പിസ്റ്റൺ നിൽക്കുന്നത് BDC-യിലാണ് അല്ലെ? BDC-യിൽ വരുന്ന സമയത്ത് എക്സോസ്റ്റ് സ്ട്രോക്ക് നിൽക്കുന്ന സമയത്ത് എങ്ങനെ വരാ? BDC-യിൽ നിന്ന് TDC-യിലേക്ക് വീണ്ടും പോകും, മുകളിലേക്ക്. അപ്പൊ എന്ത് ചെയ്യുന്നു? എക്സോസ്റ്റ് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആയിരിക്കും, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും. ക്രാങ്ക് ആംഗിൾ 540 മുതൽ 720 വരെ. ഇനിയാണ് നമ്മളുടെ സൈക്ലിക് പ്രോസസ്. എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞാൽ വീണ്ടും എന്താകുന്നു? സക്ഷൻ സ്ട്രോക്ക്. അതിനാണ് നമ്മൾ പറയുന്നത് സൈക്കിൾ. ഒരു സീക്വൻസിലായിട്ടുള്ള പ്രവർത്തനം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. മിനിറ്റുകളിലും മണിക്കൂറുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലക്ഷക്കണക്കിന്. നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സൈക്കിളുകൾ നടക്കുന്നുണ്ട്. റെഡി? കിട്ടി? ഇനി നമുക്ക് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസിനെ കുറിച്ച് നോക്കാം. ഡീസൽ എഞ്ചിൻസിന്റെ വർക്കിംഗ് ആണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ക്രാങ്ക് ആംഗിളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം മിസ്സാക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, തറവായിട്ട് പഠിച്ചോളുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസ്. നേരത്തെ പെട്രോൾ എഞ്ചിൻ ആയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ വേർഡ് സ്പാർക്ക് ഇഗ്നിഷൻ ആണെങ്കിൽ, ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നമ്മൾ പറയുന്ന പേര് കംപ്രഷൻ ഇഗ്നിഷൻ എന്നാണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കംപ്രഷനും കംപ്രഷനും തമ്മിൽ വ്യത്യാസം. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞെരുക്കുക, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കത്തുക. ഇവിടെ കംപ്രഷൻ ആണ്, ഞെരുക്കുന്ന പ്രോസസ്സാണ്. അപ്പം 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് സ്പാർക്ക് ഇഗ്നിഷൻ. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കംപ്രഷൻ ഇഗ്നിഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ഡീസൽ എഞ്ചിൻസിന്റെ വർക്കിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് നോക്കാം അല്ലെ? റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്ക്. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസ് ഈസ് ദ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ദാറ്റ് കംപ്ലീറ്റ് 1 പവർ സൈക്കിൾ. സംശയമുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് സംശയമുണ്ടോ? എന്തായിരുന്നു പവർ സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. ഇൻ 4 പിസ്റ്റൺ സ്ട്രോക്ക്, അതായത് 1 പവർ സൈക്കിൾ ഇൻ 4 പിസ്റ്റൺ സ്ട്രോക്ക് ബ്രാക്കറ്റിൽ 2 ക്രാങ്ക് ഷാഫ്റ്റ് റെവല്യൂഷൻ. നമ്മൾ സൈക്കിൾ എന്നാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ കൺസിക്യൂട്ടീവ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ഒരു തെർമോഡൈനാമിക് സൈക്കിൾ, ഓട്ടോമൊബൈലിലെ തെർമോഡൈനാമിക് സൈക്കിൾ 1 ഇൻടേക്ക്, 2 എന്തായിരുന്നു പറഞ്ഞു നോക്ക്? കംപ്രഷൻ. ഈ കംപ്രഷൻ ആണ് ഈ കംപ്രഷൻ. മൂന്നാമത്തത് എക്സ്പാൻഷൻ. നാലാമത്തത് പവർ, എക്സോസ്റ്റ്. അപ്പൊ ഞാൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്ന സമയത്ത് എക്സ്പാൻഷൻ എന്നും പറയാറുണ്ട്, പവർ എന്നും പറയാറുണ്ട്. രണ്ടും സെയിം ആണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് വികസിക്കല്ലേ, കത്തിക്കരിഞ്ഞിട്ടുള്ള ഒരു എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാവുന്ന ഗ്യാസും എയർ ഫ്യൂൽ മിക്സർ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ കത്തിക്കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പാൻഷൻ അല്ലേ നടക്കുന്നത്? സംശയമുണ്ടോ? ഇല്ല.
പിന്നെ പവർ അവിടെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പവർ സ്ട്രോക്കിലാണ് മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും സെയിം അല്ലേ? അപ്പം ഈ എൻറ്റയർ പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേരെന്താണ്? സൈക്കിൾ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സോസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇൻടേക്കിലേക്ക് വരുന്നു എന്ന് നമുക്കറിയാം. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1 പവർ സൈക്കിൾ ഹാപ്പൻസ് 4 പിസ്റ്റൺ മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 പിസ്റ്റൺ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടേക്ക് ടി ഡി സി ബി ഡി സിയിലേക്ക് വരും, ബി ഡി സി വീണ്ടും ടി ഡി സി, ടി ഡി സി വീണ്ടും ബി ഡി സി, വീണ്ടും ടി ഡി സി, അങ്ങനെ 4 സ്ട്രോക്കിലൂടെ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ടി ഡി സി മുതൽ ബി ഡി സി വരെയുള്ള ലെങ്ത് എന്ന് നമ്മൾ പഠിച്ചു. 2 ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷൻ നമ്മൾ പറയണോ? 2 ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ വീഡിയോ, പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടുവരാം. പെട്രോൾ എഞ്ചിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വീഡിയോ ഒന്ന് കണ്ടുവരാം. അപ്പോ 2 ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷൻ ഇതാണ് ഇതിന്റെ പ്രോസസ്. റെഡി അല്ലേ? മനസ്സിലായിട്ടില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. 2 ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷൻ. 4 സ്ട്രോക്ക് നടക്കണമെങ്കിൽ എത്ര റെവല്യൂഷൻ ക്രാങ്ക്ഷാഫ്റ്റ് കറങ്ങണം? 2 വട്ടം ക്രാങ്ക്ഷാഫ്റ്റ് കറങ്ങണം. റെഡി? അപ്പൊ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻടേക്കിന്റെ, കംപ്രഷന്റെ, എക്സ്പോഷന്റെ. അതാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇറ്റ്സ് വർക്ക്സ് ഓൺ ഡീസൽ സൈക്കിൾ. നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നത് ഡീസൽ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളും പെട്രോൾ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നത് എന്തിലായിരുന്നു? ഓട്ടോ സൈക്കിളുമായിരുന്നു. ഇത് രണ്ടും എന്താണ്? ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ആയിരുന്നു. ഹീറ്റ് റിജക്ട് ചെയ്യുന്നതും ഹീറ്റ് ഇജക്ട് ചെയ്യുന്നതും ഹീറ്റ് സ്വീകരിക്കുന്നതും എനർജിയെ കുറിച്ചൊക്കെ നമ്മൾ കൺസെപ്റ്റിൽ തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്. ഇത് രണ്ടും ഡീസൽ സൈക്കിളും ഓട്ടോ സൈക്കിളും തെർമോഡൈനാമിക് സൈക്കിൾ ആ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. ഒരിക്കലും പെട്രോൾ സൈക്കിൾ എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻസ്, പെട്രോൾ എഞ്ചിൻസിന് പെട്രോൾ സൈക്കിൾ, അങ്ങനെ ഒരു സൈക്കിൾ ഇല്ല. അതിന് നമ്മൾ പറയുന്ന പേര് ഓട്ടോ സൈക്കിൾ എന്നാ. റെഡി? അടുത്തത് where the fuel ignite due to high temperature created by air compression. ഇവിടെ ഒരു വേർഡ് ഉണ്ട്, the fuel ignited due to high temperature created by എയർ കംപ്രഷൻ എന്നാ പറഞ്ഞത്. അതായത് അവിടെയുള്ള എയറിനെയാ കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ കിട്ടിയല്ലോ, പെട്രോൾ എഞ്ചിൻസിൽ ഇൻലെറ്റിലൂടെ ചാർജ് ആയിട്ട് വന്നിരുന്നത് എന്തായിരുന്നു? എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരുന്നു. ഇത് രണ്ടിന്റെയും സംയുക്തമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കാർബറേറ്ററിനാണ് മിക്സ് ചെയ്യാന്നൊക്കെ നമുക്ക് പഠിക്കാം, പിന്നീടുള്ള ക്ലാസ്സുകളിലേക്ക് പഠിക്കാം. വാസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ടോപ്പിക്കാണ്. അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാം, ബേസിക് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേർ ദ ഫ്യൂവൽ ഇഗ്നൈറ്റ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റഡ് ബൈ എയർ കംപ്രഷൻ. അപ്പൊ ഫ്യൂവൽ അവിടെ ഇല്ല. അപ്പോ മനസ്സിലാക്കേണ്ടത്, അവിടെ ക്ലാരിഫൈ ചെയ്യേണ്ടത്, പെട്രോൾ എഞ്ചിൻസ് ആണെങ്കിൽ പെട്രോൾ എഞ്ചിൻസിന്റെ ഇൻലെറ്റ് വാൾവിലായിട്ട് ചാർജ് ആയിട്ട് വരുന്നത് ഓൺലി എയർ മാത്രമാണ്. ഇതാണ് വ്യത്യാസം. ഇത് പെട്രോൾ എഞ്ചിൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഡീസൽ എഞ്ചിനാണെങ്കിൽ ചാർജ് ആയിട്ട് വരുന്നത് എയർ മാത്രമാണ്. ഡീസൽ ഒരിക്കൽ കൂടി മനസ്സിലാക്കി വെക്കുക. ഡീസൽ എഞ്ചിനില് ചാർജ് ആയിട്ട് വരുന്നത് എയർ മാത്രമാണ്. പെട്രോൾ എഞ്ചിൻസിൽ ചാർജ് ആയിട്ട് വരുന്നത് എയറും ഫ്യൂവലും ഉണ്ട്. കിട്ടിയോ? അവിടെ കഴിഞ്ഞോളൂ, അവിടെ മനസ്സിലാക്കി വെച്ചോളൂ. സംശയമൊന്നും വേണ്ട. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അൽക്കുലത്തായിട്ട് എന്ത് ചെയ്യരുത്, സംശയം ഇങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. പെട്രോൾ എഞ്ചിൻസ് ആണെങ്കിൽ എയറും ഫ്യൂവലും, ഡീസൽ എഞ്ചിൻസ് ആണെങ്കിൽ എയർ മാത്രം. അതാണ് ഈ മൂന്നാമത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. കിട്ടിയല്ലോ? അടുത്തത് ഡീസൽ എഞ്ചിൻസിന്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് സ്ട്രോക്ക് ആണ്. ആ ഇൻടേക്ക് സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ടി ഡി സിന്ന് ബി ഡി സിയിലേക്കാണ്. സംശയമൊന്നുമില്ല. കാരണം സക്ഷനാ നടക്കുന്നത്. പുറമേന്ന് വലിച്ചെടുക്കുക. ഒരു സിറിഞ്ചിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അവിടെ നടക്കുന്ന സമയത്ത് ഇൻടേക്ക് വാൾവ് എന്ത് ചെയ്യുന്നു? ഓപ്പൺ ആവുന്നു. എക്സോസ്റ്റ് വാൾവ് എന്ത് ചെയ്യുന്നു? ക്ലോസ്ഡ് ആവുന്നു. EVC ക്ലോസ്ഡ്. റെഡി അല്ലേ? അപ്പൊ ഇവിടെയുള്ള വേറെ പ്രത്യേകത,
കംപ്രഷൻ ചേമ്പറിലെ പ്രഷറാണോ അറ്റ്മോസ്ഫിയറിലെ പ്രഷറാണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾ പറയും അറ്റ്മോസ്ഫിയറിലെ പ്രഷറാണ് കൂടുതൽ. അതാണ് സാറേ കൂടുതൽ. അങ്ങനെ പറയുന്നവർ ബ്രില്യൻ്റ് ആണ്. പറയാത്തവന് ബ്രില്യൻ്റ് അല്ല എന്നല്ല, പറയാത്തവന് കഴിഞ്ഞ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ടില്ല, കണ്ടുവരിക, അടിപൊളിയാണ്, കിട്ടും. ഓക്കെ, പിസ്റ്റൺ BDC TDCയിലേക്ക് പോയി. എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആണ്, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആണ്. അടുത്ത ആ സ്ട്രോക്കിന് പറയുന്ന പേര് ഇൻടേക്ക് സ്ട്രോക്ക്, അല്ലെങ്കിൽ വേറൊരു പേര് പറയും സക്ഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് പറയും സക്ഷൻ സ്ട്രോക്ക്. റെഡി? അടുത്ത സ്ട്രോക്ക് എന്നത് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് വാൾവുകൾ എന്തായിരിക്കും? ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ്. ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ്. പിസ്റ്റൺ മൂവ് ചെയ്യാം. BDCയിൽ നിന്ന് ഇവിടെ എവിടെ എത്തിയത്? BDC ആയിരുന്നു. BDCന്ന് മേലേക്ക് പോയി TDCയിലേക്ക് എത്തി. BDCന്ന് മുകളിലേക്ക് പോയി TDCയിലേക്ക് എത്തി. സംശയമുണ്ടോ? ഇല്ല. അവിടെ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യുന്നു? എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാവില്ല, എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ചാർജ് ആയിട്ട് ഡീസൽ എഞ്ചിൻസിൽ എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. എയർ എന്ത് ചെയ്യുന്നു? ഒരു ചുരുങ്ങിയ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് വെക്ക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ട്രോക്ക് ആലോചിച്ച് വെക്ക, അടുത്ത ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന എൻഡില് ഇവിടെ നോക്കുക, ഫ്യൂവല് ഇഞ്ചക്ടർ ടു. പെട്രോൾ എഞ്ചിൻസിലാണെങ്കിൽ ഇവിടെ സ്പാർക്ക് പ്ലഗ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഇഞ്ചക്ടർ ആണ്, ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ പ്രത്യേകത, ഫ്യൂവല് കംപ്രസ്ഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള എയറിലേക്ക് ഫ്യൂവല് ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അവിടെ കത്തുന്നു, എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു. മറ്റത് കംപ്രസ്ഡ്, പെട്രോൾ എഞ്ചിൻസിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സറിലേക്ക് സ്പാർക്ക് അടിക്കുമ്പോൾ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു. രണ്ടിന്റെ വ്യത്യാസം പഠിച്ചേക്കാം. റെഡി? അപ്പൊ ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എയർ ഫ്യൂവൽ മിക്സർ ഉണ്ടാവില്ല, എയർ എന്ത് ചെയ്യുന്നു? എയറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ കത്തുന്നു, എക്സ്പ്ലോഷൻ നടക്കുന്നു. റെഡി? അപ്പൊ പിസ്റ്റന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഇവിടെ TDCയിലാണ് ഉണ്ടായിരുന്നത്. ആ സ്ട്രോക്കിന് നമ്മൾ പറയുന്ന പേര് പവർ ആണ്. ആ കത്തി എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ പിസ്റ്റന്റെ മുകളിലേക്ക് ആലോചിച്ച് വെക്കുക, പിസ്റ്റന്റെ മുകളിലേക്ക് ഒരു മർദ്ദം ക്രിയേറ്റ് ചെയ്യുന്നു. പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? TDCയിൽ നിന്ന് നമുക്കറിയാം വന്ന് നിൽക്കുന്നത് TDCയിലാണ്. TDCന്ന് താഴോട്ട് BDCയിലേക്ക് പോകുന്നു. ഇതിന്റെ എൻഡിലാണ് ഈ പ്രോസസ്സ് നടക്കുക. അത് നമുക്ക് അവസാനം ഈ സൈക്കിൾ ഒക്കെ പഠിക്കുന്ന സമയത്ത്, വാൾവ് ടൈമിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം കിട്ടും. പക്ഷെ ഇതിങ്ങനെ തന്നെ പഠിച്ചു. പവർ സ്ട്രോക്ക്, പിസ്റ്റൺ TDCയിലെത്തി, അവിടെ മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്കറിയാം മെക്കാനിക്കൽ പവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. അതായത് ഇവിടെ കത്തിക്കരിഞ്ഞിട്ടുള്ള പുകയെ നമ്മൾ പുറമേക്ക് പോകുന്നു. ഇവിടെ ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് പവർ സ്ട്രോക്കിൽ ബോത്ത് വാൾവ് ആർ ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചതാണിത്, സംശയം വേണ്ട. എക്സോസ്റ്റ് സ്ട്രോക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് സ്ട്രോക്കിൽ എന്താ ചെയ്യുന്നത്? പിസ്റ്റന്റെ മൂവ്മെന്റ് നോക്കുക. പിസ്റ്റന്റെ മൂവ്മെന്റ് എവിടെയാ വന്ന് നിൽക്കുന്നത്? BDCയിലാണ്. അപ്പൊ BDCയിൽ നിന്ന് പിസ്റ്റൻ വീണ്ടും TDCയിലേക്ക് എത്തുന്നു. ഇവിടെ എക്സോസ്റ്റ് വാൾവ് എന്താവുന്നു? എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും, ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആയിരിക്കും. IVC ഇൻലെറ്റ് വാൾവ് ക്ലോസ്, EVO എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ. ഇവിടെ ഉണ്ടാവുന്ന ഹൈഡ്രോ കാർബൺസുകള്, പർട്ടിക്കുലർ മാറ്ററുകള്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രോ കാർബൺസുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, കത്തിക്കരിഞ്ഞിട്ടുള്ള കാർബൺ ഒക്കെ പുറമേക്ക് പോകുന്നു. ഇവിടെ നടന്ന ക്രാങ്ക് ആംഗിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ക്രാങ്ക് ആംഗിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സംശയമില്ല. അതന്നെ അതേ പ്രോസസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ പ്രോസസ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇൻടേക്ക് സ്ട്രോക്കിന്റെ ക്രാങ്ക് ആംഗിൾ എത്രയാ പറഞ്ഞത്? ഒരു സ്ട്രോക്കിന്
ക്രാങ്ക് ആംഗിൾ ഹാഫ് സർക്കിൾ കറങ്ങും. ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പൊ അതിനെ പകുതിയാക്കി കഴിഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോ ആദ്യത്തെ സൈക്കിൾ, ആദ്യത്തെ സ്ട്രോക്ക്, ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞാൽ 0 മുതൽ 180 ഡിഗ്രി വരെ കറങ്ങുന്നു ക്രാങ്ക് ആംഗിൾ. രണ്ടാമത്തെ സ്ട്രോക്ക് ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞാൽ 360 അല്ലെ, 180 മുതൽ 360 വരെ രണ്ടാമത്തെ സ്ട്രോക്ക്. മൂന്നാമത്തെ സ്ട്രോക്ക് പവർ സ്ട്രോക്കിൽ നടക്കുന്നത് ആലോചിച്ച് വെച്ചോ. ഒരു സ്ട്രോക്ക് കഴിഞ്ഞു ഫസ്റ്റ് സ്ട്രോക്കില്, സെക്കൻഡ് കഴിഞ്ഞു വീണ്ടും തേർഡ്. ഇവിടെ എത്രയായിരുന്നു വന്ന് നിൽക്കുന്നത്? 360 ഡിഗ്രി ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? 360 നിന്ന് നേരെ 540 ഡിഗ്രിയിലേക്ക് പോകുന്നു. നാലാമത്തെ സ്ട്രോക്ക് പറഞ്ഞു നിൽക്കുന്നത്, നാലാമത്തെ സ്ട്രോക്ക് വന്ന് നിൽക്കുന്നത് ഫസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞു, സെക്കൻഡ് 360 കഴിഞ്ഞു, 3 540 കഴിഞ്ഞു, നാലാം സ്ട്രോക്ക് 180 കൂടി കൂട്ടി കഴിഞ്ഞാൽ 720 ഡിഗ്രി. 720 ഡിഗ്രി. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് 1 പവർ സൈക്കിൾ ഇൻ 4 പിസ്റ്റൺ സ്ട്രോക്സ് 2 ക്രാങ്ക് ഷാഫ്റ്റ് റെവല്യൂഷൻ അല്ലെ. 2 ക്രാങ്ക് ഷാഫ്റ്റ് റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360. ഇവിടെ നടക്കുന്നത് എത്രയാണ്? ഇവിടെ നടക്കുന്നത് 720 എന്ന് പറഞ്ഞിട്ടുള്ള ടോട്ടൽ ആംഗിളാ. അതിന് നമ്മൾ 360 ഹരിച്ചു കഴിഞ്ഞാൽ 2 കിട്ടും. അതാണ് നമ്മൾ 2 ക്രാങ്ക് ഷാഫ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മള് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. പെട്രോൾ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിൾ, ഡീസൽ എഞ്ചിൻസ് വർക്ക്സ് ഓൺ ഡീസൽ സൈക്കിൾ. എയർ ഫ്യൂവൽ മിക്സർ ആയിരിക്കും ഇവിടെ സക്ഷൻ സ്ട്രോക്കിൽ ഉണ്ടാവുക. അതായത് ചാർജ് ആയിട്ട് എയർ ഫ്യൂവൽ മിക്സർ പെട്രോൾ എഞ്ചിൻസിലാണെങ്കിൽ. ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഓൺലി എയർ ആയിരിക്കും ചാർജ് ആയിട്ടുണ്ടാവുക. ഓൺലി എയർ. സ്പാർക്ക് പ്ലഗ് നീഡഡ് ആണ്. അതായത് പെട്രോൾ എഞ്ചിൻസ് നമുക്ക് എന്ത് വേണം? സ്പാർക്ക് പ്ലഗ് വേണം. ഡീസൽ എഞ്ചിൻസ് ആണെങ്കിൽ നോ സ്പാർക്ക് പ്ലഗ്. അവിടെ നടക്കുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കംപ്രഷൻ ഇഗ്നിഷൻ ആണ്. നാലാമത്തത് നമ്മൾ പറഞ്ഞു കംപ്രഷൻ റേഷ്യോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എവിടെ വരെയുണ്ട്? 6.1 മുതൽ 12.1 വരെ പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ. പെട്രോൾ വേരി അതിനുള്ളിൽ എവിടെയും ആവാം. അതാണ് ഇവിടെ പറഞ്ഞത് 6 മുതൽ 12 വരെ. ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എത്രയിൽ വന്ന് നിൽക്കുന്നുണ്ട്? ഏകദേശം 14.1 മുതൽ 24.1 വരെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കൂടെ മനസ്സിലാക്കുന്ന ലോ എഫിഷ്യൻസി ആയിരിക്കും. എഞ്ചിൻ എഫിഷ്യൻസി ലോ എഫിഷ്യൻസി ആയിരിക്കും പെട്രോൾ എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ. എഫിഷ്യൻസിയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കി വെക്കാം. ഡീസൽ എഞ്ചിൻസ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പെട്രോൾ എഞ്ചിൻ. നമുക്ക് അറിയുന്ന കാര്യമാണ്, ലൈറ്റ് വെയിറ്റ് ആണ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിൻസ് എപ്പോഴും ബസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ട്രക്കൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ചീപ്പായിരിക്കും സ്വമേധയാ. മറ്റേതെന്താണ്? കോസ്റ്റ്ലി ആയിരിക്കും. വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെസ് വൈബ്രേഷൻ. പെട്രോൾ എഞ്ചിൻസിൽ വൈബ്രേഷൻ കുറവായിരിക്കും. ഡീസൽ എഞ്ചിൻസ് നോക്കിക്കഴിഞ്ഞാൽ മോർ വൈബ്രേഷൻ ആയിരിക്കും. എക്സാമ്പിൾസ്: മോട്ടോർ സൈക്കിൾസ്, കാർ, ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസ്, ട്രക്സ്, ബസ്, അതുപോലെ തന്നെ ജെൻസെറ്റ് പോലുള്ള വണ്ടികൾ. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നിട്ടുള്ളത്, കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഡിഫറൻസ് എന്താ? ഒന്ന് പെട്രോൾ എഞ്ചിൻ സ്പാർക്ക് ഇഗ്നിഷനും മറ്റത് കംപ്രഷൻ ഇഗ്നിഷനും. അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ ചാർജ് ആയിട്ട് പെട്രോൾ എഞ്ചിൻസിൽ എയറും ഫ്യൂലാ വരിക, ഡീസൽ എഞ്ചിൻസിൽ എന്താ എയർ മാത്രം വരിക എന്നുള്ള കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെക്കാം. റെഡി അല്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ? ഓക്കെ. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ MCQ സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്, മറന്നു പോകരുത്, കാണാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെ താങ്ക് യു.